ഈശോപ്പയ്ക്കും പരിശുദ്ധ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ദിവ്യ കുര്യാക്കോസ്. ഞാൻ കാഞ്ഞൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകള് ആൻ കുര്യാക്കോസ്. ഇതെൻ്റെ അച്ചാച്ചൻ്റെ മോനാണ് ചിക്സൻ. എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൾ ആൻ കുര്യാക്കോസ്, ഇവൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവൾക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. കയ്യിലും കാൽമുട്ടിലൊക്കെ ആയിട്ട് ഭയങ്കര ചൊറിച്ചിലും കറുത്ത് തടിച്ച് ഇരിക്കുമായിരുന്നു. അതൊക്കെയാണ് ഭയങ്കര വിഷമം. സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പം ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്ന അമ്മേ, അവരെൻ്റെ ദേഹത്ത് പിടിക്കുമ്പോൾ ഇതെന്താ നിൻ്റെ കൈ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ വീട്ടിൽ വന്ന് എന്നും കരച്ചിലായിരുന്നു. എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അടുത്തുള്ള ചേച്ചി എപ്പോഴും പറയും എന്നോട്, നീ വാ, എൻ്റെ കൂട്ടത്തിൽ വാ, കൃപാസനത്തിൽ വാ, നമുക്കവിടെ പോയി പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാം എന്നൊക്കെ പറയും. ഞാനും പറയും ഞാനില്ല ചേച്ചി, കാരണം നമ്മുടെ കാഞ്ഞിപ്പള്ളിയിൽ മാതാവുണ്ടല്ലോ, ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമായിരുന്നു. പിന്നെ ഇവളുടെ കരച്ചിൽ സഹിക്കുക വയ്യാതായി. അപ്പോഴാണ് ഞാൻ എന്നാൽ ഒരു ദിവസം നമുക്ക് പോകാൻ ചേച്ചി, ഞാനും വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നത്. വെറുതെ വന്നതാട്ടോ, മാതാവിനൊന്ന് കാണാം പറയാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ആരോ പറയുന്ന പോലെ, നീ പോയി ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നേരെ വന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഉടമ്പടി എടുക്കാൻ പോകാമെന്നും പറഞ്ഞു നേരെ മേളിലേക്ക് പോയി ഉടമ്പടി എടുത്തു. മാതാവിനോട് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല കേട്ടോ. അത്ര നേരം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. മാതാവിനോട് വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, മാതാവ് നീ ഇടപെടണം, ഈ ഷോപ്പിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ പോയി, ഇവളപ്പം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ആയുർവേദം മരുന്ന് കഴിക്കേണ്ടായിരുന്നു. 1 വർഷത്തോളമായി. ഇവിടുന്ന് ഞാൻ പോയി മാതാവിൻ്റെ ഉപ്പ് രാവിലെ വെള്ളത്തിൽ കലക്കി കൊടുക്കും. അതുപോലെ ഉടമ്പടി തൈലം രാവിലെ ഞാൻ കാലിൽ പുരട്ടി കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കൂടാറുണ്ട്. അതിനുശേഷം സ്കൂളിൽ പോകുന്നതിനേക്കാളും മുമ്പാണ് കയ്യിലും കാലിലൊക്കെ ഞാൻ എണ്ണ പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ആൾക്ക് ചൊറിച്ചിലൊക്കെ മാറി, അത്യാവശ്യം നല്ല രീതിയിൽ മാറി. ഒരു ചെറിയ പാടും കൂടെ ഉള്ളൂ. ആൾക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുകയായിരുന്നു. കൃപാസന പ്രസാദ മാതാവേ, അങ്ങയുടെ പ്രതീക്ഷത്തിൻ്റെ ശിരസാക്ഷിക്കൻ മാറ്റമേന്ന്. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഞാൻ നിർത്തി. എനിക്ക് തോന്നി ഇനി ഇത് കഴിച്ച് കഴിഞ്ഞാൽ മാറില്ലെന്ന്. ചൊറിച്ചിലും മാറിയത് കൂടാതെ മാതാവിൻ്റെ തൈലവും തേനും ഒക്കെ ഞാൻ കുടിച്ചും തേച്ചും അതെല്ലാം മാറി. ഒത്തിരി നന്ദി യേശുവയ്ക്കും കൃപാസന പ്രസാദ മാതാവിനും. ഇതെൻ്റെ അച്ചാച്ചൻ്റെ മകനാണ് ജിക്സൻ. അവൻ 4 വർഷം മുമ്പ് അവൻ 3 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് ഇറ്റലിക്ക് പോയതാണ്. അതിനുശേഷം അവൻ അവിടെ ജോലിക്ക് കയറി വിസയില്ലാതെ. അവൻ ഈ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അവൻ്റെ പാസ്പോർട്ട് പുതുക്കേണ്ടത്. ആകെ സങ്കടമായിരുന്നു, എന്ത് ചെയ്യും, എങ്ങനെ വരാൻ പറ്റില്ലല്ലോ നാട്ടിലോട്ട്. അവൻ എന്നും വിളിച്ച് പറയും, ചേച്ചി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ടെൻഷൻ ആവണു, പാസ്പോർട്ടിൻ്റെ കാലാവധി തീരാറായി, ചേച്ചി പ്രാർത്ഥിക്കണമെന്നൊക്കെ. ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് വന്ന് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അവനെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു, പിന്നെ ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥന. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാറില്ല, പക്ഷെ ഓർക്കുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് അവന് സെപ്റ്റംബറിൽ അവന് പോർച്ചുഗലിലെ പേപ്പർ റെഡിയായി. അവൻ കഴിഞ്ഞ സെപ്റ്റംബർ 17-ാം തീയതി നാട്ടിലെത്തി. അവൻ്റെ പാസ്പോർട്ട് പുതുക്കി. അവനിനി തിരിച്ച് ജനുവരി 15-ാം തീയതി തിരിച്ചവൻ പോവുകയാണ്. അവൻ്റെ പേപ്പറൊക്കെ അങ്ങനെ റെഡിയായി. മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ജപമാല റാണിയിൽ പങ്കെടുക്കണമെന്ന്. ഞാനൊരു വാതരോഗിയാണ്. എനിക്ക് ജോയിൻറ്റുകൾ മാറി മാറി വരുന്ന വേദനകളാണ്. വീട്ടിൽ തന്നെ ഒന്ന് കുനിഞ്ഞ് വിറ്റടിച്ചാൽ പോലും എനിക്ക് 2 ദിവസത്തേക്ക് വയ്യ, അതുപോലെ വേദനയാണ്. അങ്ങനെ ഭയങ്കര ആഗ്രഹം, കാരണം എല്ലാവരും പോകുന്നുണ്ട് ജപമാല റാണിക്ക്, എനിക്കും ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഡെയിലി രാവിലത്തെ പ്രെയർ ചൊല്ലുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് ആഗ്രഹമുണ്ട് മാതാവേ, ഒന്ന് സാധിച്ചു തരണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായി രാവിലെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ വരണുണ്ട്, എനിക്ക് വേദന എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിർത്തി, ഞാൻ ബസ്സിൽ കയറി പോന്നോളാം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരിപ്പോൾ റാലിക്ക് വന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് 3 ടെമ്പോ ട്രാവലർ ബസ്സിലാണ് ആൾക്കാർ വന്നത്. പക്ഷെ ആ 3 ടെമ്പോ ട്രാവലർ ആദ്യം ഞാനാണ് ആ പള്ളിയിൽ
അർത്തുങ്കൽ പള്ളിയിൽ ചെന്നത് ഞാനാണ് അവിടെ നടന്നത്. എനിക്കൊരു വേദനയോ ഒരു കുഴപ്പവും ഉണ്ടായില്ല, എനിക്കൊരു തളർച്ചയോ ക്ഷീണോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നിനക്ക് എങ്ങനെ സാധിച്ചതെന്നുള്ളത്. എൻ്റെ കൂട്ടത്തിൽ വന്ന് ചേച്ചിമാർ എന്നോട് അത് ചോദിച്ചു, നീ എങ്ങനെ നടന്നു കയറിയ? നിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു, നീ നടക്കുമോ, വയ്യാണ്ടാവോ, എന്താ ചെയ്യണമെന്നൊക്കെ ഓർത്തു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പരിശുദ്ധ മാതാവ് എന്നെ സഹായിച്ചു. ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ കൊന്ത ചൊല്ലി അവിടെ വരെ നടന്നു വന്നത്. എല്ലാ ദിവസവും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. രാവിലെ വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി കുടിക്കാറുണ്ട്. അതുപോലെ തേനും ഉടമ്പടി തൈലവും ഞാൻ എല്ലാ ദിവസവും ഞാനും എൻ്റെ മകളും ഹസ്ബൻഡിനും കൊടുക്കാറുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകുന്നത് ഒരു ഞായറാഴ്ച കുർബാന മുടക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ രാവിലെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുർബാന കൂടാൻ ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറഞ്ഞല്ലോ 1/2 മണിക്കൂർ ബൈബിള് വായിക്കണം എന്നുള്ളത്. ഞാൻ ബൈബിള് വായിച്ചു പ്രാർത്ഥിച്ച് എന്നും ബൈബിള് വായിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ ബൈബിള് വായിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വായിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പം പിന്നെ മടുക്കും, പിന്നെ അത് ഉപേക്ഷിക്കും. പക്ഷേ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഒരു പ്രാവശ്യം മൊത്തമായിട്ട് ബൈബിള് വായിക്കാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തുള്ളവർക്കും പള്ളിയിലും പിന്നെ അറിയാവുന്ന കുറേ പേരുണ്ട്, അവർക്കൊക്കെ പത്രം കൊണ്ടുപോയി ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ വീടിൻ്റെ അടുത്തുള്ള രോഗികളെ പോയി ഞാൻ സന്ദർശിക്കാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പാവപ്പെട്ട വഴിയരികിലുള്ളവർക്ക് ഞാൻ ചോറുപൊതി കൊടുക്കാറുണ്ട്.